ദ ബെസ്റ്റ് ലുക്കിംഗ് ടയർ ഫോർ യുവർ ബൈക്ക്. വണ്ടിയുടെ അവസ്ഥയൊക്കെ വളരെയധികം ദാരുണമാണ്. ട്രാക്ക് ടയറിൻ്റെ ടയറെന്നൊന്നും പറയത്തില്ല, ജസ്റ്റ് റബ്ബർ വേസ്റ്റ്. സോ അപ്പോളോ ട്രാംബ്ല XR സ്റ്റീൽ റേഡിയൽ ടയർ, ദ ബെസ്റ്റ് ലുക്കിംഗ് ടയർ ഫോർ യുവർ ബൈക്ക്. കുറച്ച് റഗ്ഗഡ് അല്ലെങ്കിൽ ഓഫ് റോഡ് ലുക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഇതിട്ടേക്കുന്നത് ഒരു 150 സെക്ഷൻ ടയറാണ്. ഞാൻ ഒരിക്കലും 150 ആണെന്ന് പറയില്ല, ഇതിൻ്റെ ഒരു 140 സെക്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്കൊരു 3500 to 4000 റേഞ്ച് കിട്ടും. ഇതിൻ്റെ റേറ്റ് ഒരു 7000 അടുപ്പിച്ച് വരും. പക്ഷേ എനിക്കിതൊരു 6000 രൂപയ്ക്കാണ് കിട്ടിയത്. അതൊക്കെ എങ്ങനെയാണെന്ന് മുമ്പൊരു വീഡിയോ ഇട്ടുണ്ട്, ഒന്ന് കയറി കണ്ടത്. നമ്മളെ FCയുടെ അവസ്ഥ കുറച്ച് ദയനീയമാണ്, അത് നമുക്ക് അടുത്തായിട്ട് പറയാം. ഇവരൊക്കെ അഗ്ഗറൊക്കെ ഊരി വെച്ചിട്ട് ലുക്ക് കാണിക്കാമെന്നൊക്കെ ചോദിച്ചായിരുന്നു, അതുകൊണ്ടാണ് ഇതാണ് ലുക്ക്. സംഭവം ഈ ഒരു ഹഗ്ഗർ ഊരിക്കഴിഞ്ഞാൽ ഭീകർ ലുക്കായിരിക്കും. പക്ഷേ ഹഗ്ഗറൊക്കെ ഊരി ഓടിക്കഴിഞ്ഞാൽ നമ്മൾ വെറും ചപ്രി സെറ്റപ്പിലോട്ട് മാറും. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് അയച്ചൊന്ന് വെച്ചതാണ്. നിങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ നേരത്തെ ലുക്കിനുള്ളിൽ അയച്ചു വെച്ചിട്ട് തിരിച്ചെടുത്ത് വെക്കുക. ഇതൊക്കെ വെച്ചിട്ട് ആൾക്കാരെയൊക്കെ പറഞ്ഞ് ചെളിയൊക്കെ തെറിപ്പിച്ച് പോകുമ്പോഴത്തേക്ക് നമുക്കതൊരു ഫണ്ണായിട്ട് തോന്നിരും. മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു ഫണ്ണായിട്ട് തോന്നില്ല. ഈ ചപ്രികളൊക്കെ വേഗം നമ്മളൊന്ന് വണ്ടി ഓടിച്ചിട്ട് പോകണം. അപ്പോൾ മനസ്സിലാവും ഇത് വെച്ചാലും വെച്ചില്ലെങ്കിലുള്ള ഡിഫറൻസ് എന്താണ്. ഇതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് വരാം. ഞാൻ ഇതിന് മുമ്പ് ഇട്ടിരുന്നത് സിയറ്റ് സൂം റാഡ് X1 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ അതൊരു 4000 രൂപ അടുപ്പിച്ച് റേറ്റാണ്. അപ്പോൾ ഞാൻ അതിൽ ഒരുപാട് ഭീകര പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓക്കെ എന്നേ പറയാൻ പറ്റുള്ളായിരുന്നു. എനിക്ക് ഒരു സാധനം കൊള്ളാം, നല്ല എനിക്ക് കോൺഫിഡൻസ് കിട്ടുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ഗ്രിപ്പും ബ്രേക്കിങ്ങും ഇതിൻ്റെതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ഇതേ സെയിം ലുക്കുള്ള വേറൊരു ടയർ ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, JK ട്രെയിൽ ബ്ലേസർ അങ്ങനെ മോഡലാണ്. അത് സംഭവം ലുക്കൊക്കെ ഉണ്ടെങ്കിലും ഓക്കെ എന്ന് പോലും പറയാൻ വേണ്ടി കൊള്ളില്ലായിരുന്നു. വെറും മോശം പെർഫോമൻസ് ആയിരുന്നു അതെനിക്ക് തന്നിരുന്നത്. അതിന്ന് സിയറ്റിലോട്ട് വന്നപ്പോൾ എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നി. അതിന്ന് ഇതിലോട്ട് വന്നപ്പോൾ വീണ്ടും കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നി. അപ്പോൾ ആൾഫ അയച്ചുകൊണ്ട് അത്രയൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അത് പേഴ്സണലി എൻ്റെ വണ്ടിയിട്ട് ഓടിച്ചിട്ടില്ല. ഈ ഒരു സാധനം കൊള്ളാം, നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ സ്ഥലത്തും ഓടിക്കാൻ പറ്റും. പിന്നെ ഈ ടൈപ്പ് ഒരു ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ ചോദിച്ചായിരുന്നു വണ്ടി ഓടിക്കുമ്പോൾ വിസിലിംഗ് സൗണ്ടുകളും കേൾക്കുന്നുണ്ടെന്ന്. അങ്ങനെയൊന്നും കേൾക്കുന്നില്ല. ഈ സാധനം നിങ്ങളെ ഡെയിലി യൂസിനും എല്ലാത്തിനും പറ്റും. ഞാൻ ഒരു 2000-3000 കിലോമീറ്റർ അടുപ്പിച്ച് ഇപ്പോൾ ഓടിയും തോന്നുന്നു. എന്നിട്ട് പറയുന്ന റിവ്യൂ ആണ്, സാധനം കൊള്ളാം, പക്ക വർത്താണ്. എനിക്കിതിൻ്റെ 140 സെക്ഷൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിലിട്ടിരുന്നത് 150 സെക്ഷനാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി വീണ്ടും 140 പോകാൻ തോന്നിയില്ല. കാരണം കുറച്ച് പണ്ടൊക്കെ ഷോർട്ടാണെങ്കിലും ഞാൻ ഇത് തന്നെ വാങ്ങിച്ചിട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ 140 സെക്ഷൻ ഇട്ടാൽ മതി. പിന്നെ ഈ ഒരു വണ്ടിയുടെ റിം സൈസ് വെച്ചിട്ട് ഒരു 150 സെക്ഷൻ ടയറിൻ്റെ മുകളിലോട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഇപ്പോൾ ചിലവന്മാർക്ക് വലിയ ടയറിൻ്റെ ഗ്രിപ്പ് കിട്ടും കോപ്പിട്ടെന്നൊക്കെ പറഞ്ഞാൽ വെറും തള്ളാണ്. ഒന്നില്ലെങ്കിൽ അവന്മാർക്ക് വലിയ വിവരമില്ല, അല്ലെങ്കിൽ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി. പിന്നെ ചിലവന്മാർക്ക് എന്തെടുത്താൽ ചോദിച്ചാലും ട്രാക്ക് ഇടുന്നു. പണ്ട് ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് കണ്ണാപ്പികളൊക്കെ വന്ന് തന്നെ പഞ്ഞി കിട്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, കുറച്ച് പേർക്ക് അത്യാവശ്യം വിവരങ്ങളൊക്കെ വെച്ചുകൊണ്ട് ആ ടൈപ്പിലുള്ള അവന്മാരൊന്നും ഇപ്പോൾ വളരെയധികം കുറവാണ്. എങ്കിലും ഉണ്ട്. കാരണം എന്ത് ചെയ്യാനടാ, അവന്മാരൊക്കെ ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ അണ്ണന്മാരൊക്കെ പറ്റിച്ച് പൈസയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ വലിയ ടയറിട്ട് കഴിഞ്ഞാൽ ഗ്രിപ്പോ സ്റ്റെബിലിറ്റിയോ കോർണറിങ്ങോ ഒന്നും കൂടാൻ പോകുന്നില്ല. അതൊക്കെ അവന്മാർ തള്ളി വെക്കുന്നതാണ്. പിന്നെ അതൊക്കെ ട്രാക്ക് ടയറിൻ്റെ ടയറെന്നൊന്നും പറയത്തില്ല, ജസ്റ്റ് റബ്ബർ വേസ്റ്റ്. അതിനവന്മാർ എവിടെ നിന്നെങ്കിലും റേറ്റ് കുറച്ച് എടുത്തുകൊണ്ട് വരുന്നു, നിൻ്റെയൊക്കെ തലയിൽ പറ്റിച്ചടിച്ച് ഏൽപ്പിക്കുന്നു. ഈ ട്രാക്കൊക്കെ വാങ്ങിച്ചിട്ട് അവന്മാർ പറയുന്നതൊക്കെ ആയിട്ട് ഞാൻ വാലന്റീന റോസയൊക്കെ അവന്മാർക്ക് ഓടിച്ചിട്ട് ഊരി കൊടുത്താനൊക്കെ അവന്മാർ പറയുന്നത്. അപ്പോൾ അവന്മാരെപ്പോലുള്ള മണ്ടന്മാരെന്നും വേണം, എങ്കിൽ നമ്മളെപ്പോലുള്ളവർക്ക് അവനെയൊക്കെ പറ്റിച്ച് ജീവിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ സാധനത്തിൻ്റെ ലുക്ക് എല്ലാ ആംഗിളൊന്നും കാണിച്ചു തരാം. എൻ്റെ ഇത് വെച്ചിട്ട് ഇതിന് നല്ല ലൈഫ് കിട്ടണം. എനിക്ക് തോന്നുന്നു ഒരു 10-15,000 മുകളിൽ ഇതിന് ലൈഫ് കിട്ടണം. ഇതിൻ്റെ ഗ്രിപ്പും സുപ്പീരിയറാണ്. പിന്നെ ഇതിലൊരു 150 സെക്ഷൻ്റെ മുകളിലോട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ബീഡിങ്ങിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ബൾജായി നിൽക്കുന്നുണ്ടോ, നിങ്ങൾ അതിന് മുകളിലോട്ട് 180, 190, 200 ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ടയറിൻ്റെ പ്രൊഫൈൽ മാറും. നിങ്ങൾക്ക് പറയുന്ന ഒരു എഫക്റ്റ് ഒരിക്കലും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ ട്രാക്ക് ടയറിലും വലിയ ടയറിനൊക്കെയായിരിക്കും വില കുറവ്. അപ്പോൾ എല്ലാവരും അതായിരിക്കും വാങ്ങിച്ചിരുന്നത്. അപ്പോൾ ചിലവന്മാരൊക്കെ പറയും പൈസ ഇല്ലാത്തതുകൊണ്ട് ട്രാക്ക് ടയർ വാങ്ങിച്ചിടുന്നത്. പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ചോറിന് വരാൻ കുരുടാൻ വല്ലതും വാങ്ങിച്ച് കഴിക്കും? ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ അത്രേ ഉള്ളൂ. ഫണ്ടില്ലെങ്കിൽ വണ്ടി കയറ്റി വയ്ക്കുക, ഫണ്ട് വരുമ്പോഴത്തേക്ക് വാങ്ങിച്ചിടുക. അങ്ങനെയൊക്കെ തന്നെയാണ് ഞാനും ചെയ്യുന്നത്. നമുക്കിനി നമ്മളെ FCയുടെ അവസ്ഥ ഒന്ന് കാണിച്ചു തരാം. വണ്ടിയുടെ അവസ്ഥയൊക്കെ വളരെയധികം ദാരുണമാണ്. ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഞാൻ അത് സ്ക്രീനിൽ കൊടുത്തേക്കാം. ഒരു 4-5 മാസം മുമ്പാണെന്ന് തോന്നുന്നു. വണ്ടി നമ്മൾ സർവീസൊക്കെ ചെയ്ത് ഓയിലും മാറി നീറ്റായിട്ട് കഴുകി സ്പോക്കറ്റ് മാറി പുതിയ ടയറും കാണാനൊക്കെ ഇട്ട് കയറ്റി വെച്ചതാണ്. ഇന്ന് എടുത്തിട്ട് വീഡിയോ വരെ കൊണ്ടുവന്ന് കയറ്റി വെച്ചത് മാത്രമേ ഉള്ളൂ. പിന്നെ അതിനേശം ഈ വണ്ടി എടുത്തിട്ടേ ഇല്ല. പിന്നെ കുറച്ച് ഈ വണ്ടിയുടെ വീഡിയോസ് കണ്ടിട്ട് വണ്ടി കൊടുക്കുന്നുണ്ടോയെന്നൊക്കെ ചോദിച്ചായിരുന്നു. ഈ വണ്ടി തുരുമ്പെടുത്ത് പോയപ്പോഴും ഒരുത്തരും തരത്തില്ലെന്ന് ഓണർ പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നമ്മൾ ഫുള്ളായിട്ട് പണിയും കയറ്റി വയ്ക്കും, വീണ്ടും ഇറക്കും, ഫുള്ളായിട്ട് പണിയും കയറ്റി വയ്ക്കും. പക്ഷേ വണ്ടി ഓടുന്നില്ല. ഇപ്പോൾ ഇതെന്തായാലും ഒന്ന് കഴുകാൻ വേണ്ടി എടുത്തപ്പോഴാണ് നമ്മൾ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയത്. അപ്പോൾ പിന്നെ നേരെ വീട്ടിലോട്ട് ഇങ്ങ് കയറ്റി. പിന്നെ ഇത് നമ്മൾ ഫുൾ ക്ലെയിം ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് സൈറ്റിൽ അപ്ലോഡ് ആവാൻ വേണ്ടി ഒരു ദിവസം എടുക്കും. അപ്പോൾ നാളെ വരെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ വണ്ടിയൊക്കെ വെളിയിറക്കി ഫുള്ള് കഴുകി. പിന്നെ ഇതിൻ്റെ വണ്ടി സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിക്കുമ്പോഴത്തേക്ക്
വണ്ടി താനെ റേസ് ആവുന്ന ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ആക്സിലേറ്റർ കേബിൾ ഒന്ന് മാറണം. അപ്പോൾ ഇന്നെന്തായാലും ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇറക്കാൻ വേണ്ടി നിൽക്കുന്നില്ല. നാളെ ഞായറാഴ്ചയാണ്. അപ്പോൾ നാളെ എന്തായാലും കടയിൽ നിന്ന് ഇറക്കില്ല, സ്പെയറും കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ വർക്കൊക്കെ നമ്മൾ എന്തായാലും തിങ്കളാഴ്ചത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. വണ്ടിയുടെ അവസ്ഥ ഉണ്ടോ ഗെയ്സ്? ഇതൊക്കെ കാണുമ്പോൾ ചില ഓട്ടോമോട്ടീവ് എന്തൂസിയാസ്റ്റിനൊക്കെ കയറിക്കൊള്ളും. പക്ഷെ എന്ത് ചെയ്യാം, ബസ് ബൈക്ക് എന്നൊരു ഇമോഷനോട് മാത്രമാണ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഈ വണ്ടി എടുക്കാറോ ഓടിക്കാറോ ഒന്നുമില്ല. ഇതിൻ്റെ ഓണർ അബ്രോഡാണ്. പിന്നെ ഞാൻ എടുത്തോ ഇവിടെ കൊണ്ടുവച്ച് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വണ്ടി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സോഴ്സ് ഓഫ് ഇൻകം കറൻ്റ് എനിക്കില്ല. അതുകൊണ്ടാണ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. എൻ്റെ പുണ്ണിട്ട ഹഗ്ഗറില്ലാത്തൊരു അബാർ ലുക്ക് തന്നെയല്ലേ. പക്ഷേ ചപ്രിയാവാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമുക്ക് ഹഗ്ഗർ എത്രയും പെട്ടെന്ന് എടുത്ത് വെച്ചേ പറ്റൂ. സോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.